ഫേസ് ടു ഫേസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മോളി മാത്യു, തമ്പി മാത്യു എന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ ഈ കുടുംബത്തെ ഈ ഒരു ഫേസ് ടു ഫേസിൽ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ കാരണം ദൈവം ആ കുടുംബത്തിന് ചെയ്ത വലിയ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ്. 1955 പുല്ലാട് VV ജോർജിൻ്റെയും ഏലിയാമ്മ ജോർജിൻ്റെയും മകളായിട്ട് ജനിച്ചു. തൻ്റെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷമായിട്ട് BEd ഒക്കെ എടുത്തതിന് ശേഷമായിട്ട് മസ്കറ്റിലേക്ക് കുടുംബമായിട്ട് വിവാഹത്തിന് ശേഷം മസ്കറ്റിലേക്ക് യാത്രയായി. അവിടെ നിന്ന് അമേരിക്കയിലേക്ക് ആ കുടുംബം ചേക്കേറി. ഇന്ന് ജീവിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് പ്രിയ മോളി മാത്യുവിനെയും തമ്പി മാത്യുവിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരുടെ അനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്തതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ കരം കണ്ടത്, ഞാൻ ആൻറ്റിയുടെ ആ രോഗാവസ്ഥയും ആ വീണ് ആ രോഗത്തിൻ്റെ ആ ഫോട്ടോകളും പിക്ചറുകളും ഒക്കെ കണ്ടപ്പം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ആൻറ്റി ഇങ്ങനൊരു വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വരുമെന്ന്. എൻ്റെ സിസ്റ്റർ സുജമാമ അവരോടൊക്കെ ചോദിക്കുമ്പം ഒരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം ഒരു മഹാത്ഭുതം ചെയ്തിട്ടാണ് ആൻറ്റി ഇന്ന് ജീവിക്കുന്ന സാക്ഷിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആൻറ്റിയുടെ ആ ഒരു അനുഭവമാണ് ആദ്യമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവർക്കത് തീർച്ചയായിട്ടും ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ പറയുന്നത്. ആൻറ്റിക്ക് ആ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. യെസ്, എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ പറയുവാൻ. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാനായിട്ടിടയായി. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലും അതുപോലെ ഇവിടെ USA-ലും ഞങ്ങളുടെ സഭയായിട്ടും എല്ലാവരും ദിനം പ്രതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് മുഖാന്തരമാണ് ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത്. മരിച്ചുപോയി ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർമാർ വരെ വിധി എഴുതി ഞാൻ മരിച്ചുപോയെന്ന്. പ്രത്യേകിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എൻ്റെ കാർഡിയോളജിസ്റ്റ് വന്ന് എൻ്റെ ഹാർട്ട് 8 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ദർ ഇസ് നോ ഹോപ്പ്. അത് കഴിഞ്ഞ് അവരെ എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു പേസ് മേക്കർ വെച്ചു. ആ പേസ് മേക്കർ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഹോസ്പിറ്റലിൽ ഞാൻ 8 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ എന്നെ വിട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ എനിക്ക് സീഷറുണ്ടായി. ആദ്യം ഒരു സീഷറുണ്ടായ ഉടനെ ഞാൻ കട്ടിലേന്ന് താഴെ വീണു. ഭയങ്കരമായ മുറിവേറ്റു. അത് കഴിഞ്ഞ് പിന്നെയും സാധനൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെയും 3-4 പ്രാവശ്യം പിന്നെയും സീഷറുണ്ടായി. സാധനം 911 വിളിച്ചു. അവർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ പല വിധത്തിൽ അവർ പരിശ്രമിച്ചു ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനൊട്ടൊക്കെ. എന്നിട്ടൊന്നും സാധിച്ചില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞാണ് ബ്ലീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തത്. അത്രത്തോളം ദൈവം സഹായിച്ചു. ഈ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് 3ാമത് സീഷർ ഉണ്ടായപ്പോൾ ദാറ്റ് വാസ് എ മാസീവ് സീഷർ. ആ സീഷറിൽ ഓൾമോസ്റ്റ് ഷീ ലോസ്റ്റ് ഹെർ ലൈഫ്. ആ സമയത്ത് അവരെന്നോട് ചോദിച്ചു, ഒറ്റ ഹോപ്പേ ഉള്ളൂ, വെൻറ്റിലേറ്ററിൽ ആളിനെ കയറ്റണം. അപ്പോൾ ഞാനതിന് സമ്മതിച്ചു. വിത്തിൻ 5 minutes മോളിയെ വെൻറ്റിലേറ്റർ കയറ്റി. പിന്നെ 7 ദിവസം ഫുൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസം നടത്തിയത്.
ഈ വെന്റിലേറ്ററിലിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 45 ദിവസം ഹോസ്പിറ്റൽ ആയിരുന്നു അല്ലേ ആന്റി? 3 മാസം ഹോസ്പിറ്റലിൽ, 3 മാസം ഓൺ ആൻഡ് ഓഫ്, ഓൺ ആൻഡ് ഓഫ് 3 മാസം. 3 മന്ത്സിൽ ഹോസ്പിറ്റലായിരുന്നു. വളരെ സ്ട്രഗിൾ ചെയ്തു. ഈ വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് ശ്വാസം വിടുന്നതിനോ അതിനെല്ലാം ഓക്സിജൻ്റെ സഹായത്തോടെ മാത്രമേ, വെന്റിലേറ്റർ 7 ദിവസത്തിന് ശേഷം എടുത്തു കഴിഞ്ഞും ശ്വാസോച്ഛ്വാസത്തിന് 24 hours ഓക്സിജൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 1 സെക്കൻഡ് പോലും ഓക്സിജൻ്റെ ആവശ്യമില്ലാതെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് മോളി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മോളിക്ക് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ ഉള്ള ഹെൽത്ത് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചോണ്ട് നടക്കുവാൻ ദൈവം വഴിയൊരുക്കിയിട്ടുണ്ട്. ആഹാരം കഴിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. കാരണം വെന്റിലേറ്ററിൽ വെച്ചതിന് ശേഷം വളരെ പ്രതികൂലങ്ങൾ. എന്നാൽ അവിടെയും ഇന്ന് ഒരു പ്രയാസവും കൂടാതെ ആഹാരം കഴിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ആന്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ സാമ്പ്രദന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാഹനത്തെ കയറി പിടിച്ച് നടന്ന് ഇവിടെ എത്താനായിട്ട് ദൈവം സഹായിച്ചു. കാര്യങ്ങൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു മിറക്കിൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ചിന്ത ആന്റി, തീർച്ചയായിട്ടും ദൈവം അങ്ങനെ ഒരു അനുഭവം തന്നത് എനിക്കറിയാം ആന്റി ഒരു ഒരു ലോകപരമായ ജോലിയോ മറ്റു കാര്യങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിന്റെ വേല എന്നുള്ള വലിയ ചിന്ത നിങ്ങൾ മനസ്സിലുണ്ട്. അറ്റ്ലാന്റയിലെ ആന്റി ബുക്ക് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് സ്റ്റോറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആന്റി ഇൻവോൾവ് ചെയ്ത് അതിനകത്ത് നിൽക്കുന്നു. അതിനകത്തുള്ള ഒരു ബിസിനസ് ആയിരുന്നോ അതോ അതിനേക്കാൾ അപ്പുറമായിട്ടൊരു മിനിസ്ട്രി ആയിരുന്നു? അതിനെക്കുറിച്ചൊന്ന് ആന്റി പറയാമോ? അതൊരു മിനിസ്ട്രി പോലാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഞാൻ ആൾക്കാരവിടെ കസ്റ്റമേഴ്സ് കയറി വരുമ്പോൾ ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞു അവരിപ്പോഴും ചോദിക്കും മോളി എന്തി എന്ന്. അന്നേരം അവിടെ ഇരിക്കുന്നവരൊക്കെ പറയും ഹോസ്പിറ്റലാണ്, അല്ലെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഉദ്ദേശം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇവിടെ ഞങ്ങൾ നിലകൊള്ളണം. അവിടെ വരുന്നവർക്കെല്ലാം ട്രാക്റ്റ് കൊടുക്കുക. സ്പാനിഷുകാരാണ് കൂടുതലും ട്രാക്റ്റൊക്കെ കൊണ്ടുപോകുന്നത്. ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെ അധികം ട്രാക്റ്റ് കൊണ്ടുപോകില്ല. എന്നാൽ സ്പാനിഷുകാർ വന്ന് കെട്ടുകണക്കിന് ട്രാക്റ്റ് കൊണ്ടുപോയി അവരെ വീക്കെൻഡിൽ പിന്നെ സുശേഷീകരണം അങ്ങനെയുള്ള ഒരു വലിയ ജാഗ്രത അവരുടെ ഇടയിലുണ്ട്. ഈ ബുക്ക് സ്റ്റോറിൽ അനേക കസ്റ്റമേഴ്സ് വരുന്നത് പല സമയത്ത് അവർ പറയും ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാനല്ല ഇപ്പം വന്നത്, പക്ഷെങ്കിൽ ഇവിടെ വന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. വി ഫീൽ വെരി കംഫർട്ടബിൾ ആൻഡ് വെരി പീസ്ഫുൾ. സോ അങ്ങനെ അവർ അനേക കസ്റ്റമേഴ്സ് ഇതുപോലെ വന്ന് സമയം സ്പെൻഡ് ചെയ്ത് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരുടെ ആശ്വാസത്തിനും ഈ ബുക്ക് സ്റ്റോർ കാരണമായിട്ടുണ്ട്. ആന്റിയുടെ എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ആന്റിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ബുക്ക് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട്. പിതാവ് ഒരു ബുക്ക് സ്റ്റോർ അങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? എൻ്റെ പിതാവ് കുമ്പനാട്ട് ഒരു ബൈബിൾ ബുക്ക് സ്റ്റോർ സുവാർത്ത ഡിപ്പോട്ട് എന്നായിരുന്നു എൻ്റെ പേര്, അത് നടത്തിയിരുന്നു. അതുകൊണ്ട് എപ്പോഴും ബൈബിളും സോങ് ബുക്കും അങ്ങനെയുള്ളതൊക്കെ വിൽക്കുകയും അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പാട് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ അപ്പച്ചനും ഇതുപോലെ സുവിശേഷീകരണം എന്നുള്ളതായിരുന്നു കൂടുതൽ ലക്ഷ്യവും. അത് എൻ്റെ ചെറുപ്രായത്തിൽ തൊട്ടേ ഞാനും അത് കണ്ടിരുന്നു. അത് മുഖാന്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും എൻ്റെ കർത്താവ് എന്നെ അതിനുവേണ്ടി ബലപ്പെടുത്തിയ അച്ഛനും അതുപോലെ ആ വിധത്തിലാണ് ഉത്തേജനം തന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിൽ ആകാംക്ഷയോടുകൂടെ ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ സാധനം മിക്കവാറും ഇന്ത്യയിൽ യാത്രയ്ക്ക് പോകുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് ബുക്ക് സ്റ്റോർ മാനേജ് ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഡ്രൈവ് ചെയ്ത് എല്ലാം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എന്നാലും സ്വർഗത്തിലെ ദൈവം എന്നെ ഇത്രത്തോളം വഴി നടത്തി
എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ബുക്ക് സ്റ്റോറിന്റെ പ്രവർത്തനം ഒരു ബൈബിൾ ബുക്ക് സ്റ്റോർ അതൊരു ബിസിനസ്സിനേക്കാൾ അപ്പുറമായിട്ട് ഒരു മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയ ഒരു കുടുംബമാണ്. ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ട്രാക്റ്റുകൾ കൊടുക്കാനും പ്രവർത്തന നിരതരായിട്ട് നിൽക്കാനും ഇന്ത്യയിലുള്ള മിഷൻ പ്രവർത്തനങ്ങളെ ബംഗ്ലാദേശില് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകാൻ ഈ കുടുംബം, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആൻറ്റിയെക്കുറിച്ച് തോന്നുന്നത് തമ്പിച്ചാൻ ഈ ഒരു മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഭയങ്കര ബാക്ക് സപ്പോർട്ട് കൊടുത്ത് നിൽക്കാനായിട്ട് ആൻറ്റിക്ക് സാധിച്ചു. ഏത് പുരുഷന്റെയും സക്സസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഭാര്യ അല്ലെങ്കിൽ കുടുംബനായികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ വീട് വിട്ട് കുഞ്ഞുങ്ങളെ വിട്ട് യാത്ര പോകുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന സഹകാരിയായി എൻ്റെ പിറകിൽ നിന്ന് പ്രവർത്തിച്ചതാണ് മോളി. അതിൻ്റെ ആ മഹത്വം എന്ന് പറയുന്നത് ദൈവിക ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കാളികളായി തീർന്നു. അത് അനേകർക്ക്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക്, അനേകർക്ക് ആശ്വാസത്തിനും കാരണമായി തീർന്നിട്ടുണ്ട്. അതിന് എന്നെ പിന്നിൽ പ്രവർത്തിച്ചത് എപ്പോഴും മോളിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു കുടുംബം, നിങ്ങൾ കുടുംബമായിട്ട്, ഞാൻ മോളി ആൻറ്റിയുടെ ഒരു ഫോക്കസ് ആയതുകൊണ്ടാണ് മോളി ആൻറ്റി ഈ ഒരു വിഷയങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഈ മിനിസ്ട്രി ഫോക്കസ്ഡ് ആയിട്ട് കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ സജീവമായിട്ട് നിൽക്കുന്നു. നിങ്ങൾ ഭാരതത്തിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിൻ്റെ ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് നമുക്ക് പറയുന്നതിന് അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ വിതച്ച സീഡുകളെല്ലാം അതിപ്പോൾ റിസൾട്ടായി ഇങ്ങനെ 30, 60, 100 ഫോൾഡ്സ് ആയിട്ട് ഇപ്പം നമ്മൾ ആ റിസൾട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സെയിം ടൈമിൽ എനിക്ക് മനസ്സിലാകുന്നത് യു ഗോൺ ത്രൂ ലോഡ് ഓഫ് ചലഞ്ചസ്, ഭയങ്കര ചലഞ്ചസും ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ വന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങളിൽ, പ്രത്യേകിച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഞങ്ങളെ വിട്ട് ദൈവസന്നിധിയിൽ കടന്നുപോയി. മാനസികമായിട്ട് പലപ്പോഴും ആരെയും തകർക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തിയത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മോളി ഇപ്പോൾ ഈ കടന്നു പോകുന്ന ആ പ്രത്യേക സാഹചര്യം എനിക്ക് വേർപെട്ട് നിൽക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? അവിടെ നമുക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എനിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് മാനസികമായിട്ട് വളരെ വേദനയിൽ കൂടി ഞങ്ങൾ കടന്നു പോകും. കഴിഞ്ഞ 5 ദിവസം മുമ്പ് സാറിൻ്റെ പെങ്ങളുടെ മകൾ ഒക്കലഹോമയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏമി എന്നാണ് അവളുടെ പേര്. അവള് പ്രിസിലോയുടെ ഏറ്റവും അടുത്ത കസിനാണ്. അവൾ വന്നപ്പോൾ, അവൾ അറ്റ്ലാന്റായി വന്നത് തന്നെ പ്രിസിലയുടെ സെമിട്രി പോയി കാണണമെന്നുള്ളത്. അവിടെ പോയി കാണാനും വേണ്ടി ഞങ്ങൾ പോയി. എനിക്ക് അവിടെ നിൽക്കാൻ ശക്തിയില്ല. സാറിനെ കൈ പിടിച്ചുകൊണ്ട് പോയി. ഞാനങ്ങ് വീഴാൻ പോകുന്ന പോലെ ആയ അവസ്ഥയിലായി. എന്നാൽ കരം പിടിച്ച് താങ്ങി അവിടെ ഞങ്ങൾ തിന്നു. ഹേമിയും വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ അവളെ സ്നേഹിച്ചതായിട്ടുള്ള അനേക ജീവിതങ്ങൾ, ക്രിസ്ത്യൻസ് എന്നല്ല ഹിന്ദുക്കൾ വരെ, അവളുടെ കൂടെ പഠിച്ച മുസ്ലിം കുട്ടികൾ വരെ അവളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ജീവിതമാണ് പ്രിസില നയിച്ചിരുന്നത്. അങ്ങനെ ഒരു പവിത്ര ജീവിതം നയിച്ച കുഞ്ഞ് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഓരോരുത്തരുടെയും ചോദിച്ചെന്ന് മാത്രമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തിട്ടുള്ളത്, ഇത്രയും
ഈ ഒരു ചലഞ്ചസ് ലൈഫിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലെയൊക്കെയുള്ള ചലഞ്ചസ് വരുമ്പോൾ പെട്ടെന്നുള്ള നമ്മുടെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു, ഇനിയിപ്പോൾ എനിക്ക് ഈ പ്രവർത്തനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ എല്ലാ നടുവിൽ നമ്മുടെ മിനിസ്ട്രിയിൽ നമുക്ക് ഒട്ടും താഴോട്ട് പോയിട്ടില്ല. അച്ഛൻ്റെ ആ കാര്യങ്ങൾ നിങ്ങൾ കുടുംബമായിട്ട് മിനിസ്ട്രിയിൽ താഴോട്ട് പോയിട്ടില്ല. പിന്നെയും ആ ഒരു ദുഃഖകരമായ അനുഭവത്തിലും സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് പിന്നെയും മിനിസ്ട്രിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആൻറ്റിയുടെ അസുഖമായി ഇങ്ങനെ പല ചലഞ്ചസ് ആണ് നമ്മുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരുന്നത്. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ദൈവത്തെയോ ഞങ്ങൾ രണ്ടുപേരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ ആ കഷ്ടപ്പാടുകളെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അത് ഞങ്ങളുടെ ആപ്തവാക്യമാണ്. ഒരു നീതിമാൻ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ധൈര്യപ്പെട്ടു പോയാൽ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. തീർച്ചയായിട്ടും തമ്പിച്ചാനും മോളിയാൻറ്റി നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അവരുടെ മിനിസ്ട്രി, അവരുടെ ലൈഫ്, ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും നമുക്ക് എത്രമാത്രം ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് തരുന്നതെന്ന് നമുക്കത് വർണ്ണിക്കാനായിട്ട് സാധ്യമല്ല. കൂടുതലായിട്ട് എന്നെ ഇത് ചെയ്തൊരു കാര്യം, ഇപ്പം മോളിയാൻറ്റി വയ്യാതിരിക്കുന്നു, ഒരു സപ്പോർട്ട് വേണം. തമ്പിച്ചാനാണെങ്കിലും ഫുൾ ടൈം മോളിയാൻറ്റിയെ ടേക്ക് കെയർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം PCNA കോൺഫറൻസിനും നാക്കോവിനും ഒക്കെ പോയപ്പം മക്കള് ആൻറ്റിയെ ടേക്ക് കെയർ ചെയ്യുന്നു. മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ആൻറ്റി ഒന്ന് പറയാമോ? ഷുവർ. മൂത്ത മകൻ ജോൺസന്റെ അടുത്ത് എന്നെ ആക്കിയച്ചാണ് 18 ഡേയ്സിലേക്ക് പോയത്. ഹൂസ്റ്റണിലും അതുപോലെ പിന്നെ നാക്കോഗിൻ്റെ മീറ്റിംഗ് ഷാർലറ്റിലും കടന്നുപോയി. മൂത്ത മകന് വളരെ കുടുംബമായിട്ട് എന്നെ സഹായിച്ചു. എല്ലാ വിധത്തിലും അവരെന്നെ ടേക്ക് കെയർ ചെയ്തു. ഈവൻ കൊച്ചുമക്കളാണെങ്കിലും അവർക്ക് ഇപ്പം ഓഫുള്ള ദിവസമായതുകൊണ്ട് അവർ രണ്ടും അമ്മച്ചി യു നീഡ് എനി ഹെൽപ്പ് എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കുകയും എല്ലാ വിധത്തിലും അവരെന്നെ സഹായിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അറ്റ്ലാന്റയിൽ താമസിക്കുന്ന ജെൻസിനും കുടുംബമാണെങ്കിലും വളരെ സ്നേഹമാണ്. അവരും ഞങ്ങളെ സ്നേഹിക്കുകയും സഹകരിക്കുകയും എല്ലാ വിധത്തിലും അനുഗ്രഹമായിരിക്കുന്നു. പീറ്റർ, അക്സ, ആടി, ഫ്രൈസൻ ഇവരെല്ലാം ഞങ്ങൾക്ക് ഒരനുഗ്രഹം തന്നെയാണ്. ജോസി ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ജോസി വളരെ വേദനയോടുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ജോസിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. 2 കൊച്ചു കുഞ്ഞുങ്ങൾ, അമ്മയില്ലാത്ത 2 കുഞ്ഞുങ്ങൾ, അലിയാമോള്, ആഷിൽ കുഞ്ഞ്, അവരെ പ്രത്യേകിച്ച് അലിയാമോള് ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ, where is my mommy? But we don't have much answer for that. Only ഞങ്ങൾ പ്രാർത്ഥനയാൽ അവരോട് പറയുന്നു, കുഞ്ഞെ മക്കളെ, you will see your mother one day. When Jesus comes, you will see her. ദൈവം ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ തന്നു. അവർ 4 പേരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളുടെ പ്രിയ കുഞ്ഞ് കടന്നുപോയി, എന്നാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകി തന്ന് ഞങ്ങളെ നടത്തുന്നു. They fear the Lord, they live for the Lord, and they spend their life for the Lord. We are thankful. ദൈവം നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, പ്രയാസമായിട്ട് തോന്നിയേക്കാം, എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മളൊരു മിനിസ്ട്രിയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നേരിടുന്ന വെല്ലുവിളികൾ, ചലഞ്ചസുകൾ, നമ്മൾ ഒരു വലിയ ഇമ്പാക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാത്താൻ്റെ ക്യാമ്പുകളിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ഒരു ഫൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെയൊക്കെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ 2 കോൺഫറൻസിൽ പോയപ്പം ഡസൻസ് ഓഫ് പീപ്പിൾ, ഞാൻ പറയുമ്പോൾ ഡസൻസ് അല്ല, 100 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം എന്നോട് പറയുകയും എന്നേക്ക് എഴുതുകയും ചെയ്തു. ഇത്രയും കഠിനമായ ശോധനയിൽ കൂടി കടന്നു പോയപ്പോഴും എങ്ങനെ ഇപ്പോഴും വി സ്റ്റിൽ സീ യു സ്മൈലിംഗ് ആൻഡ് വി സ്റ്റിൽ സീ യു ആക്റ്റീവ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏതെങ്കിലും കഠിന ശോധനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തെ ദുഷിക്കരുത്, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. God has a special plan and a special purpose, and He will fulfill His purpose in your life through you and through your family. That's what I wanted to say. Because God said, I will never leave you as orphans. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. That we really experience it. And that's why I want to say that. ആൻറ്റിയുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒരു കൊടുക്കാനുള്ള ഒരു ഇതെന്താണ്? എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് ദൈവം ആരെയും കൈവിടത്തില്ല, ആരെയും കൈവിടയില്ല, ഉപേക്ഷിക്കയില്ല. ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം, മോളിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ ശബ്ദമില്ലായിരുന്നു. ആ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞ് വെളിയിൽ വന്ന് മാസങ്ങൾ സംസാരിക്കാൻ ശേഷിയില്ലായിരുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്നു പറയുന്നത് ദാറ്റ്സ് എ മിറക്കിൾ. ഓക്സിജൻ ഇല്ലാതെ ഇവിടെ ഇത്രയും നേരം ഇരിക്കുന്നു, അല്ലെങ്കിൽ 24 hours ഇരിക്കുന്നു പറയുന്നത് ഇറ്റ്സ് എ മിറക്കിൾ. ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒക്കത്തില്ലായിരുന്നു. സ്റ്റിൽ ഷി വാസ് ഏബിൾ ടു വാക്ക് വിത്ത് ലിറ്റിൽ ഹെൽപ്പ്. ഇവിടോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ മിറക്കിൾ. അന്നേരം നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മൾ കരുതി, പക്ഷെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സാക്ഷ്യമാണ് മോളിയുടെ ലൈഫ്. ഞാൻ വേറൊരു കാര്യം, എന്നെ മോട്ടിവേറ്റ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. ആൻറ്റി ഇങ്ങനെ ഇത്രയും സിക്കായിട്ട് കൊളാപ്സായി വരത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോഴും അച്ഛൻ പറയുന്നത് ഷീ വിൽ ബി കമ്മിങ് ബാക്ക്. ആ ഒരു വേർഡ്, ഞാൻ അത് വിളിക്കുമ്പോൾ ഷീ വിൽ ബി ബാക്ക്, ഷീ വിൽ ബി ബാക്ക്, ആ ഒരു വേർഡ്, അതൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ ആ ഒരു വാക്ക്. കാരണം നമ്മൾ നോക്കുന്ന ഉടനെ ഒരു വിധത്തിലും രക്ഷപ്പെടത്തില്ല. അതായത് ഡോക്ടർമാരുടെ വേർഡാകട്ടെ, ആ സിറ്റുവേഷൻ ആകട്ടെ. സാർ ഇപ്പം പറഞ്ഞ ഡോക്ടറുടെ വേർഡെന്ന് പറഞ്ഞപ്പോൾ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോൺ 3 മാസം ഹോസ്പിറ്റലിൽ അവളെ ശുശ്രൂഷിച്ച. അപ്പോൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ, ഞങ്ങൾ രണ്ടും കൂടെ ചെന്നപ്പോൾ, ഡോക്ടർ ജോൺ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: മിസ്സസ് മാത്യു, I treated you 3 months. We never thought you will be back. But then he said a word, you are a real miracle. Yes, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. 35 വർഷം അമേരിക്കയിൽ ആയിരിക്കുന്നു. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഹൃദയം മുഴുവനും ഇന്ത്യയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മിനിസ്ട്രി, ആ പ്രവർത്തനങ്ങളിലുള്ള ആ യാത്രകൾ ചെയ്തു. അതൊരു അച്ഛൻ എന്താണ്, ആൻറ്റിക്ക് എന്താണ് പറയാനുള്ളത് ഈ മിനിസ്ട്രി എന്നുള്ള ഈ ഭാരതം? ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞല്ലോ, ചലഞ്ചസ് ഒത്തിരി ഉണ്ട്. ഈ ബുക്ക് സ്റ്റോറിലായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു ഗൺമൻ വന്നിട്ട് മോളിയുടെ ലൈഫിനെ ത്രട്ടൺ ചെയ്ത് അവിടുന്ന് പണം എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആ സമയം എന്നൊക്കെ പറയുന്നത് വെരി ചലഞ്ചിങ് ആയിരുന്നു. അവിടെയും ഞാൻ ഇതിനകത്തും നില മനസ്സിലാക്കിയ ഒരു കാര്യം, മോളി ഇതൊക്കെ വന്നപ്പോഴും പതറിയിട്ടില്ല. കൂടാതെ ഈ മാസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും ഒരിക്കൽ പോലും ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദാറ്റ്സ് എ ഗോഡ് ഗിവൺ എബിലിറ്റി. 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, പിന്നെ 45 days റീഹാബിൽ കിടന്നു. അവിടെ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അവിടെ ഒന്നും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവർ വിളിക്കുമ്പം വരുന്ന സമയത്ത് ഹാപ്പിയായിട്ട് ഞാനിരിക്കും. അതിനൊന്നും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതി. അതുമാത്രം എനിക്ക് പറയാനുള്ളത്. എൻ്റെ കർത്താവ് തരുന്നതെല്ലാം നന്മയ്ക്കായിട്ടെന്ന് ഞാൻ കരുതി. അതുമാത്രം സന്തോഷം.
എന്റെ അറിവ് ശരിയാണെങ്കിൽ ആന്റി ഇപ്പം ചർച്ചിലും പോകുന്നു. Yes. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആന്റി വീട്ടിൽ നിന്ന് ചർച്ചിലും പോകാനുണ്ട്. Yeah. ഹെൽപ്പ് ആണെങ്കിൽ പോലും ചർച്ചിൽ പോകാനും. ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്. 2023 മാർച്ചിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിലും മിഷൻസിലൊക്കെ വന്നു. എൻ്റെ ആഗ്രഹം, ഞാൻ വിശ്വസിക്കുന്നു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്ത്യയിൽ വരാൻ ദൈവം അവസരം ഒരുക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെയാണ് ദൈവം നമുക്ക് തരുന്നത്. ആൻറ്റി ഇത്ര ആരോഗ്യം ദൈവം തന്നു, അത് മിറക്കിളാണ്. തീർച്ചയായിട്ടും ദൈവം അത്ഭുതം ചെയ്യും. ഈ ഒരു കുടുംബം, അവരുടെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന കുടുംബമാണ്. കർത്താവ് എങ്ങനെയാണ് ആ കുടുംബത്തെ നയിക്കുന്നത്, എന്തെല്ലാം ചലഞ്ചസ് ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒക്കെ മുൻപോട്ട് പോകാൻ ദൈവം അവരെ സഹായിക്കുന്നു. ഈ ഒരു ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഈ കുടുംബത്തെ ദൈവം ഒരുക്കി. അതിന് ദൈവം അവർക്ക് ബലം കൊടുത്തു. നമ്മൾ ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രേക്ഷകരോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള ഒരു സന്ദേശം അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി പോവുകയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. അത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവരും അത് വിശ്വസിക്കണം. ഞാൻ അതിൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇനി എനിക്ക് പോകാൻ കഴിയുമെന്ന്. കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യം തരുവാണെങ്കിൽ, ബലവും സൗഖ്യം തരുവാണെങ്കിൽ ഇനിയും ഞാൻ പോയി മറ്റുള്ളവരെ കാണുവാനും മിനിസ്ട്രിയുടെ വിഷയങ്ങളൊക്കെ അറിയുവാനും ദൈവം സഹായിക്കും. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Thank you so much. I just want to say our God is alive. നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്നുള്ളത് ഞാൻ അസന്ദിഗ്ധമായി പറയുകയാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആമേൻ. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ കുടുംബത്തിന്റെ അനുഭവങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് ദൈവം മോളിയാൻഡിയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത സാക്ഷ്യം, ദൈവം ജീവിക്കുന്നു എന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ അനുഭവത്തിൽ കൂടെ കാണാൻ, ആ ഒരു മിറക്കിൾ കാണാൻ ദൈവം നമുക്ക് ഇടയാക്കി. ഈ കുടുംബത്തെ അനേകർക്കൊരു ഇൻസ്പിറേഷനായിട്ട് ദൈവം വീണ്ടും നിർത്തട്ടെ. കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഓരോ ആയുസ്സും സമയവും ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. ഇവിടെയുള്ള കാൽവറി അസംബ്ലി, അവിടെയുള്ള ചർച്ച് ഒരേ ഇതിൽ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് ആ സഭാ മക്കളുടെ സപ്പോർട്ടുകൾ, അവരുടെ കരുതലുകളൊക്കെ അനുഭവിച്ച് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. തലമുറകൾ, 3 ആൺമക്കൾ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ അവരോടൊപ്പം വളരെ സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസി, 2 കുഞ്ഞുങ്ങൾ, അവരും അവിടെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ ദേ നീഡ് യുവർ പ്രേയേഴ്സ്. ആ പ്രാർത്ഥന അവർക്ക് എപ്പോഴും ആവശ്യമാണ്. അത് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പിന്നെയും കൊണ്ടുവരും. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനായിട്ട് പ്രിയ സാം ബ്രദർ, അവരുടെ കുടുംബം ഒക്കെ നമുക്ക് അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു. പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതുപോലെ വിഷമസ്ഥിതിയിലിരിക്കുന്ന, രോഗത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാകും എന്നതിന് സംശയമില്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഓരോ അനുഭവങ്ങളും നമ്മളെ പണിതെടുക്കുന്നുണ്ട്. നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ നഷ്ടങ്ങളിലും പതറിടല്ലേ, പതറാതെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ വരുമ്പോൾ അത് നമ്മളെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന എന്ന് മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പിന്നെയും പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും പുതിയ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. Until then, it's me, Anil Ilandur. Thank you so much. God bless you. Thank you so much. God bless you, Anil sir.